ജനനായകന്റെ ട്രെയിലർ കണ്ടോടെ അത് ഭഗവത് കേസരി റീമേക്ക് ആണോ അല്ലോ എന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിണ്ടാവുമല്ലോ. ഇത്രയും കാലം ഫാൻസ് ഒക്കെ റീമേക്ക് അല്ല എന്നൊക്കെ പറഞ്ഞാണ് സമാധാനിച്ചിരുന്നത്. ഇനിയിപ്പോ റീമേക്ക് ആയ സ്ഥിതിക്ക് ഇനിയിപ്പോ വേറെ വഴിയില്ലല്ലോ, സമ്മതിക്കാന്നല്ലാതെ. പക്ഷെ കോമഡി അതല്ല, ഇത്രയും കാലം ഭഗവത് കേസരിനെ കുറ്റം പറഞ്ഞ പലരും ഇപ്പൊ ഭഗവത് കേസരി നല്ല പടമല്ലേ എന്നൊക്കെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ബാക്കി എന്താവും എന്നുള്ളത് പടത്തിന്റെ റിലീസിനെന്ന് കാണാം. ഒന്നിക്ക് നന്നാവും അല്ലെങ്കിൽ മോശമാവും. പക്ഷെ ഈ പടത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ പടം ബോക്സ് ഓഫീസിൽ വർക്ക് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് അറിയാം. പടം നല്ലതാണോ മോശമാണോ എന്ന് നോക്കിയിട്ടല്ല, ശരിക്കും ഇവിടെ വർക്ക് ചെയ്യാൻ പോകുന്നത് ഇത് തളപതിയുടെ അവസാനത്തെ പടം എന്നുള്ള ഇമോഷന്റെ പുറത്തായിരിക്കും. അതുകൊണ്ട് പടം ഹിറ്റാവും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല. പക്ഷെ ഭഗവത് കേസരി തമിഴിലേക്ക് വിജയ് ചെയ്യുമ്പോൾ എങ്ങനെയാവും, ബെറ്റർ ആവോ ഇല്ലോ എന്ന് നമുക്ക് നോക്കാം. എനിവേ ട്രെയിലറിൽ ജെമിനിന്റെ ക്ലിപ്പൊക്കെ കുടുങ്ങിയതൊക്കെ കേട്ടു. അത് പിന്നെ ട്രെയിലറിന് വേണ്ടിയിട്ടുള്ള ആ ക്ലിപ്പ് ജെമിനിന്ന് ജസ്റ്റ് ചാമ്പ് ചെയ്തായിരിക്കും. പക്ഷെ ഇത്രയും വലിയ ബഡ്ജറ്റ് പടത്തിന് ജെമിനിന്നൊക്കെ എടുക്കാന്ന് വെച്ചാൽ എന്തായാലും കുഴപ്പമില്ല. പടത്തിൽ എവിടെ ജെമിനിന്റെ ലോഗോ ഒന്നും കാണാതിരിക്കട്ടെ.